ഇപ്പൊ പുതിയൊരു രീതിയാണല്ലോ ഫാമിലി ട്രീ തപ്പിപ്പോകുന്നത്. ഫാമിലി ട്രീ അതുകൊണ്ട് അതേപോലെ ഒരു ഫാമിലി ട്രീ തപ്പിയ പോലെ കോൺഗ്രസിന്റെ ഒരു ട്രീ തപ്പി നോക്ക്, ഫാമിലി ട്രീ തപ്പി നോക്ക്. യഥാർത്ഥത്തിലെ ഒറിജിനൽ കോൺഗ്രസ് മാധവൊക്കെ ജനിക്കണം നിജലിംഗപ്പയുടെ പാർട്ടിയായിരുന്നല്ലോ. നിജലിംഗപ്പയായിരുന്നു ഒറിജിനൽ കോൺഗ്രസ്. ഇന്ദിരാഗാന്ധി മാറിയിട്ടാണ് ഇന്ദിര ഉണ്ടാക്കിയതും ഒറിജിനൽ കോൺഗ്രസ് അന്ന് നിജലിംഗപ്പയായിരുന്നു. നിജലിംഗ കോൺഗ്രസ് ജനതാ പാർട്ടിയായി, ജനതാ പാർട്ടി BJP ആയി, മറ്റവരും കൂടിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിയും അതുപോലെ തന്നെ മറ്റുള്ള സഖ്യകക്ഷികളും BJP ലയിക്കുകയും ചെയ്തു. അപ്പോൾ ലെഗസി നോക്കിയാൽ ഒറിജിനൽ കോൺഗ്രസ് BJP ആണ്. ഇപ്പോൾ ഒറിജിനൽ കോൺഗ്രസ് BJP ആണ്. അപ്പോൾ ഈ ലെഗസി ഫാമിലി ട്രീ നോക്കിപ്പോയ ഒരുപക്ഷെ നല്ല ആളുകളായിരിക്കാം BJPയിലേക്ക് വരുന്നതെന്നുള്ള മറ്റൊരു വാദവുമുണ്ട്. ഞാനൊരു തമാശയ്ക്ക് അവതരിപ്പിച്ചാണ്. സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ഓഫ് ഷൂട്ടാണ്. ഇത് ഒരു ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും കുടുംബത്തിൻ്റെ മഹിമ പറഞ്ഞു മാത്രം നിൽക്കുന്ന കുടുംബത്തിൻ്റെ പാർട്ടി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അവരുടെ കുടുംബത്തിലെ ഓരോരോ അടുത്ത കുടുംബത്തിലെ അടുത്ത ഇത് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത തലമുറ വരുമ്പോൾ അവർക്ക് ജയ് വിളിക്കുവാനുള്ള അവകാശം മാത്രം. തിരഞ്ഞെടുപ്പിൽ ഏത് പോസ്റ്റ് എവിടെ നിൽക്കണമെന്ന് ആ കുടുംബത്തിലെ ആൾക്കാർ നിശ്ചയിക്കുന്ന പാർട്ടി. ആ പാർട്ടിയെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് ഇത് ഇത്ര വലിയൊരു പാർട്ടിയാണ്, അത് ജനാധിപത്യത്തിൽ ഞങ്ങളെയൊക്കെ രക്ഷിക്കും. എന്നിട്ട് BJPക്കാർക്ക് വലിയ പ്രശ്നമാണ്, ഞങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടെന്ന്. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ നിൽക്കണമെങ്കിൽ നിൽക്കാറിയാം. ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളെല്ലാം 10-40 വർഷം മുമ്പ് BJP ചേർന്നത്. ഒരു സംശയവുമില്ല. തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതല്ല ആത്യന്തികമായി രാഷ്ട്രീയ ലക്ഷ്യം. അതൊരു നേട്ടം മാത്രമാണ്. അത് പുതിയ ആൾക്കാർ വന്നാൽ അവർക്കും കൊടുക്കും. പിന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള കാര്യം പറയുമ്പോൾ ഉണ്ണിത്താനൊക്കെ ഈ നേതാവിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയും കൂടി ചിലപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾക്കൊക്കെ പുറത്തേക്ക് ഇടേണ്ടി വരും. എന്തൊക്കെ കഥകളാണെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് കാണാം. അത് കാരണം തിരഞ്ഞെടുപ്പിൽ ഓരോരോ കാര്യങ്ങളിൽ എന്തൊക്കെ നേടേണ്ടി വരും അല്ലെങ്കിൽ എന്തൊക്കെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വെക്കേണ്ടി വരും എന്നുള്ളത് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ ആര് ജയിച്ചോട്ടെ, ഇപ്പോൾ CPM-ന്റെ ആൾക്കാരും ജയിക്കും. ഞാൻ പ്രകാശ് മാസ്റ്റർ പറഞ്ഞിരുന്നു CPM ഒരൊറ്റ കാര്യം കൂടി ഞാനൊരു ഉത്തരം അല്ലല്ല ഒരു മിനിറ്റ് കൂടി ഒറ്റ മിനിറ്റ് മധു, ഞാൻ കോൺഗ്രസിനെ മാത്രം കുറ്റം പറഞ്ഞു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ എൻ്റെ പ്രകാശം മാഷെ, എടുക്കാൻ കൊള്ളാവുന്ന നേതാക്കൾ ആരെങ്കിലും CPM-ൽ വേണ്ടേ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പറ, ഏത് സംസ്ഥാനത്തിൽ നിന്ന് ആരെ എടുക്കണം നിങ്ങൾ പറ. ഞാൻ അടുത്ത ഒരു 10 ദിവസം എടുക്കാം. ആരെങ്കിലും ഉണ്ടോ പറയാം? നിങ്ങൾക്ക് പേര് പറയാൻ പറ്റുമോ? ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും സംസ്ഥാന സെക്രട്ടറിയുടെ പേര് പ്രകാശം മാർക്ക് ഇപ്പോൾ നെറ്റിൽ നോക്കാണ്ട് പറയാൻ പറ്റുമോ? മൊബൈൽ നോക്കാണ്ട് പറയാൻ പറ്റുമോ? ത്രിപുരയിലുള്ള MLA-മാരടക്കം ഞങ്ങളുടെ മഹോബാർ അലി BJPയിലേക്ക് കഴിഞ്ഞ വർഷം ചേർന്നു. MLA-മാരടക്കം ത്രിപുരയിലാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അവസാനം ഇവിടെ ബംഗാളിലും ചേർന്നിട്ടുണ്ട് ഒരു 15 പേര്. ഞാൻ ലിസ്റ്റ് കപ്പിച്ചു തരാം. അപ്പോൾ പറഞ്ഞാൽ അറിയാവുന്ന പിന്തുണയുള്ള പേരുള്ള ആരെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വേണ്ട, എന്നിട്ട് വേണ്ട എടുക്കാൻ. റോട്ടി കിടക്കുന്നവന് എടുക്കാൻ പറ്റുമോ? അപ്പോൾ CPM-ന് പിന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. ഇവിടെ CPM-ലെ MLA തന്നെയാണ് ആദ്യം ഞങ്ങളുടെ കൂടെ BJPയിൽ വന്നത്. അൽഫോൺസ് കണ്ണന്താനം നിങ്ങളുടെ MLA ആയിരുന്നു, ഒരു സംശയമില്ല. അപ്പോൾ CPM വന്നിട്ടുണ്ട്.